बच्चों नमस्ते। आज हम हिंदी पाठ्य पुस्तक का दूसरा एक पाठ पढ़ेंगे। ഇന്ന് നമ്മൾ ഒരു പുതിയ ഒരു പാഠം രണ്ടാമത്തെ ഒരു പാഠഭാഗം പഠിക്കാൻ പോവാം. ഈ രണ്ടാമത്തെ പാഠത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത അറിയോ? നമ്മൾ ഈ പാഠത്തില് രണ്ട് സാഹിത്യ രൂപങ്ങളെ പരിചയപ്പെടാൻ പോകണം. ഒരു അധ്യായത്തിൽ തന്നെ രണ്ട് സാഹിത്യ രൂപങ്ങൾ. ക്ലിയർ? इस पाठ में दो विधाएं साथ साथ हैं. ഏതൊക്കെയാണെന്നറിയോ? एक कविता, दूसरा टिप्पणी. ഒരു ഭാഗത്ത് കവിതയും മറുഭാഗത്ത് ടിപ്പണി. ആസ്വാദന ടിപ്പണി എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ. അത് രണ്ടും കൂടെ ഒരു പാഠഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ओके. कविता तो विनोद कुमार शुक्ल की एक कविता है. कविता का नाम हताशा से एक व्यक्ति बैठ गया था. कविता का नाम एक बार फिर, हताशा से एक व्यक्ति बैठ गया था. कवि का नाम विनोद कुमार शुक्ल. ठीक है ना? अच्छा, വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു കവി. അദ്ദേഹത്തിന്റെ കവിതയ്ക്ക് നരേഷ് സക്സേന എന്ന് പറയുന്ന മറ്റൊരു പ്രശസ്തനായ സാഹിത്യകാരൻ നൽകുന്ന ടിപ്പണി, ആസ്വാദന ടിപ്പണിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിനോദ് കുമാർ ശുക്ല എഴുതിയ കവിതയുടെ വരികളിൽ പരിചയപ്പെട്ടു അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നരേഷ് സക്സേന അതിന് നൽകുന്ന ആസ്വാദനക്കുറിപ്പ് ഒന്ന് പരിചയപ്പെടാം. നരേഷ് സക്സേന പറയുകയാണ്, വിനോദ് കുമാർ ശുക്ല अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है. എന്താ പറയണത്? വിനോദ് കുമാർ ശുക്ല തൻ്റെ മൗലികതയോടൊപ്പം ഭാഷാക്കി അൻഘടത കെ ലിയെ, ഭാഷയുടെ അൻഘടത എന്ന വാക്കിൻ്റെ അർത്ഥം ക്രമമില്ലാത്ത, ഡിസോർഡർ എന്നാണ് അർത്ഥം. ഭാഷയുടെ ക്രമമില്ലാത്ത അതിൻ്റെ കാര്യത്തിലും ആളെന്താണ്? വിഖ്യാത് ഹേ. വിഖ്യാത് പറഞ്ഞാൽ ഫേമസ്, പ്രശസ്തനാണ്. കിന്തു എന്നാൽ ഇസ് കവിത മീം, ഈ കവിതയിൽ മൗലിക് ഹോനെ കെ സാത്ത്, ഈ കവിതയിൽ കവി മൗലികതയോടൊപ്പം കാവ്യശില്പ് കെ സിദ്ധ് കവി കി തരഹ് ബി ദിക്കായി ദേത്തി ഹേ. എന്താ പറഞ്ഞത്? ഈ കവിതയിൽ കവി മൗലികതയോടൊപ്പം കാവ്യശില്പത്തിൽ നിപുണനായ ഒരു കവിയുടെ രൂപത്തിലും കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. പാരഗ്രാഫിലേക്ക് നോക്കൂ. കവിത കെ അർത്ഥ് ഇതനെ സഹജ് ഔർ സാഫ് ഹെ. ഈ കവിതയുടെ അർത്ഥം എന്താണ്? വളരെ സാഫ്. എന്താ സാഫ് എന്ന് പറഞ്ഞാൽ വ്യക്തമാണ് അല്ലേ? എന്തിനു മാത്രം? കി ഉനെ വ്യാഖ്യാ കി ദർക്കാർ നഹി ഹേ. അതായത് ഈ കവിതയുടെ വരികളുടെ അർത്ഥം വ്യാഖ്യാനിക്കേണ്ട ആവശ്യമേ ഇല്ല, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമേ ഇല്ലാത്തത്ര സ്വാഭാവികം അല്ലേ? അതിനാണ് സഹജ് എന്ന് പറയുന്നത്. സ്വാഭാവികം അല്ലെങ്കിൽ സാഫ്, വ്യക്തം. അങ്ങനെയാണ് ഈ വരികൾ, കവിതയുടെ വരികൾ. सरल शब्दों वाले वाक्य സ്വയം ഹി അപ്ന മർമ്മ കഹ് ദേത്തെ ഹെ. ഒന്നും കൂടെ പറയുന്നു. ഈ പറയുന്ന സരളമായ വാക്കുകൾ ഉൾക്കൊള്ളുന്ന, സരൾ ശബ്ദവും വാലെ കാവ്യ സ്വയം ഹി, എന്താ പറയണത്? സരളമായ വാക്കുകൾ ഉൾക്കൊള്ളുന്ന വാചകങ്ങൾ സ്വയം തന്നെ എന്ത് നൽകുന്നു?
അപ്പന മർമ്മ കഹ് ദേത്ത ഹേ. ആ വാചകങ്ങൾ സ്വയം തന്നെ അവയുടെ മർമ്മം പറഞ്ഞു തരുന്നു. അതായത് ആ ഒരു 10 വരി, ആ 10 വരി എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആഴത്തിലുള്ള വരികളാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്നാണ് ആര് പറയുന്നത്? നരേഷ് സക്സേന പറയുന്നത്. കുട്ടികളെ, നമുക്ക് ഇതിലൂടെ ഒരു ആസ്വാദന ടിപ്പണി എങ്ങനെ തയ്യാറാക്കാം എന്നും കൂടെ മനസ്സിലാക്കാനുള്ള പോയിന്റ്സുകൾ ഉണ്ട് കേട്ടോ. അതും നമുക്ക് എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ആദ്യത്തെ 2 പാരഗ്രാഫിൽ പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. വ്യക്തി കോ मैं नहीं जानता था. വ്യക്തിയെ എനിക്ക് അറിഞ്ഞുകൂടാ. ഹതാശ കോ जानता था. എനിക്ക് അയാളുടെ നിരാശയെ അറിയാമായിരുന്നു. कहते ही वे जानने की हमारी उस जानी पहचानी रूटी को तोड़ देते हैं. ഈ കവിതയിൽ കവി എന്താ ചെയ്യുന്നത്? വ്യക്തിയെ അറിഞ്ഞുകൂടാ, അയാളുടെ നിരാശയെ അറിയാമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മളുടെ അറിയുക എന്ന, ജാന എന്ന വാക്കിൻ്റെ അർത്ഥം അറിയുക എന്നാണ് അല്ലേ? അറിയുക എന്ന നമ്മളുടെ ജാനി പഹചാനി റൂട്ടിക്കോ, നമ്മളുടെ പരമ്പരാഗതമായ, മനസ്സിലാവുണ്ടോ, ചിരപരിചിതമായ ആ രീതികളെ എന്ത് ചെയ്യുന്നു? തോട് ദേത്തേഹേ. തോടിന എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക, പൊട്ടിച്ചെറിയുന്നു. പിന്നെന്താ പറയണത്? ജോ വ്യക്തിക്ക് നാം, ഏതൊരു വ്യക്തിയുടെ നാം പേരാണോ അല്ലെങ്കിൽ പേര്, പതേ അഡ്രസ്, ഉമ്ര പ്രായം, ഓഹദെ പദവി, യാ ജാതി അതുമല്ലെങ്കിൽ ജാതി, ഈ പറയുന്ന മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി നമ്മളൊരു വ്യക്തിയെ അറിയുന്ന ആ ഒരു സമ്പ്രദായം, ഇവയൊക്കെ എന്ത് ചെയ്യുന്നു? കവി ഈ കവിതയിൽ എടുത്ത് കളയുന്നു, അല്ലെങ്കിൽ പൊട്ടിച്ച് കളയുന്നു. ക്ലിയർ ആണോ? മനസ്സിലായില്ലേ? യദി ഹം കിസി വ്യക്തി കോ ഉസ്കി ഹതാശ, നിരാശ, അസഹായത യാ സങ്കട്, നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ അറിയുക എന്ന് പറയുന്നത് എന്തായിരിക്കണം? യെസ്, ആ വ്യക്തിയുടെ മോഹഭംഗം, അല്ലെങ്കിൽ അയാളുടെ നിരാശ, അല്ലെങ്കിൽ നിസ്സഹായത, അല്ലെങ്കിൽ അയാളുടെ പ്രയാസം എന്നിവയൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അറിയേണ്ടത്. ഇതൊന്നും അറിഞ്ഞില്ല എങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് കവിയുടെ പക്ഷം. ഒന്നുകൂടെ പറയാം. എന്താണ്? യദി हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. മനസ്സിലാവുണ്ടോ? ഇതൊന്നും നമുക്ക് അറിയില്ല എങ്കിൽ സത്യത്തിൽ നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. സടക്ക് പർ ഘായൽ പടേ. സടക്ക് എന്ന് പറയുന്നത് എന്താണ്? റോഡാണ്. ഘായൽ എന്ന് പറയുന്നത് എന്താണ്? മുറിവേറ്റ എന്നർത്ഥം. റോട്ടിൽ മുറിവേറ്റ് കിടക്കുന്ന അപരിചിത വ്യക്തി കോ ദേഖ് കർ, ഒരു അപരിചിതനായ വ്യക്തിയെ കണ്ടിട്ട് ക്യാ ഹം കഹ് സക്തേ ഹേ, നമുക്ക് പറയാൻ സാധിക്കുമോ? കി എന്തെന്നാൽ ഉസേ ഹം നഹി ജാൻതേ, ഇല്ല, ഈ വ്യക്തിയെ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് ഈ കവിതയിൽ കവി ഉന്നയിക്കുന്നത്. കറക്റ്റല്ലേ? ഒരു റോഡിൽ ഒരാൾ മുറിവേറ്റ് കിടക്കുമ്പം നമ്മൾ അയാളുടെ ജാതിയും അയാളുടെ അഡ്രസ്സും അയാളുടെ പേരും പദവിയാണോ നമ്മൾ നോക്കുക? അല്ല. മുറിവേറ്റ് വീണ് കിടക്കുകയാണെങ്കിൽ യെസ്, അയാൾക്ക് സഹായം ആവശ്യമുണ്ട്, അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നല്ലേ നമ്മൾ ചിന്തിക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ അറിയുക എന്നതിൻ്റെ മാനദണ്ഡം അതാണ്. അല്ലാതെ എന്തല്ല, നേരത്തെ പറഞ്ഞ ആ ഒരു പരമ്പരാഗതമായ ഘടകങ്ങൾ അല്ല. ഹം ജാൻതേ ഹേ കി യഹ് വ്യക്തി മുസീബത്ത് മേം ഹേ, അല്ലേ? നമുക്കറിയാം എന്ത്? ആ വ്യക്തി മുസീബത്ത് എന്താണ്? അപകടം, ആപത്ത്, അപകടത്തിലാണെന്ന് നമുക്കറിയാം. ഔർ ഇസേ ഹമാരി മദദ് കി ജറൂരത്ത് ഹേ, ആ വ്യക്തിക്ക്
നമ്മളുടെ മദത് സഹായം, ജറൂരത്ത് ആവശ്യം, ആ വ്യക്തിക്ക് നമ്മളുടെ സഹായം ആവശ്യമാണെന്ന് നമുക്കറിയാം. ക്ലിയർ? യഹ് കവിത മനുഷ്യ को मनुष्य की तरह जानने की याद दिलाती है. ഈ കവിത എന്താണ് നമ്മളോട് പറയുന്നത്? യെസ്, ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാൻ. ക്ലിയർ? ഒരു മനുഷ്യനെ മനുഷ്യനെ പോലെ എന്ത് ചെയ്യാണ്? കാണാനാണ് കവിത നമ്മളോട് പറയുന്നത്. ജാനിനേക്ക് യാത് ദിലാത്തി ഹേ, അല്ലേ? നമ്മളൊരാളെ അറിയുക എന്നതിനെ കവിത നിരന്തരം പറയുകയാണ്, അല്ലേ? കവിതയിൽ നിരന്തരം അറിവില്ലായ്മയെക്കുറിച്ചും അറിയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരെയാണ് സഹായിക്കേണ്ടത്, എപ്പോഴാണ് സഹായിക്കേണ്ടത് എന്ന കാര്യം എന്ത് ചെയ്യാണ്? ഇടയ്ക്കിടയ്ക്ക് ഈ കവിത നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. യാദ് ദിലാത്തി ഹേ. കവിത ലഗാതാർ नहीं जानने और जानने का बयान करती जाती है. അതുമാത്രമല്ല, ഈ കവിത നേരത്തെ പറഞ്ഞ പോലെ നിരന്തരം അറിവില്ലായ്മയെ പറ്റിയും അറിയുന്നതിനെ പറ്റിയുമാണ് എന്ത് ചെയ്യണത്? പറയുന്നത്. ശില്പിക്ക് ഈസ് ബാരീഖ് കാരിഗരിക്കോ ദേഖി, അല്ലേ? ഇതിലെ ശില്പപരമായ കാരിഗരി, ശില്പപരമായ ഈ ഒരു സൂക്ഷ്മമായ കഴിവിനെ, അല്ലേ? ഈ കവിതയിലെ സൂക്ഷ്മമായ ഒരു കഴിവിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അതാണ് അടുത്ത വരിയിൽ പറയുന്നത്. വഹ് മുജെ നഹീ ജാൻതാ താ, അവൻ എന്നെ അറിയില്ലായിരുന്നു. കവിതയിൽ വരുന്ന വരികളാണ്. ഹാത്ത് ബഡാനെ കോ ജാൻതാ താ, കേവലം കൈകൾ നീട്ടാൻ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. യഹ് നഹീ ജാൻതാ ഔർ ജാൻന കവിത മേ किसी लोकगीत के स्थाई की तरह बार बार लौटता है. ഈ കവിതയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഏതോ ഒരു എന്താ പറയുക, ഒരു നാടോടി പാട്ടിലെ വായ്ത്താരി കണക്ക് വീണ്ടും വീണ്ടും ഈ ഒരു കാര്യങ്ങൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ്? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നോക്കൂ, ഗദ്യമേം ലിഖി ഹുയി किसी कविता में लिरिकल या गीतात्मक का बोध इस खूबी के साथ हिंदी की किस कविता में आया है? याद नहीं आ रहा है. പറയാണ് ഈ കവിതയുടെ വരികളുടെ ക്വാളിറ്റിയെക്കുറിച്ച് വീണ്ടും ഇദ്ദേഹം വാചാലനാവുകയാണ്. എന്താ പറഞ്ഞത്? ഗദ്യത്തിൽ എഴുതിയ, അല്ലേ? ഗദ്യമേ ലിഖി, ഗദ്യത്തിൽ എഴുതിയ ഒരു ലിറിക്കൽ അല്ലെങ്കിൽ ഗീതാത്മകമായ ലിറിക്കലായ അല്ലെങ്കിൽ ഗീതാത്മകമായ ഇത്രയും സവിശേഷതകളോട് കൂടിയ ഖൂബി കെ സാത്ത് ഹിന്ദി മേം കിസ് കവിതാമയും ആയ ഹേ, ഇത്രയും ഗീതാത്മകമായ അല്ലെങ്കിൽ ഇത്രയും സവിശേഷതകളോട് കൂടിയ ഹിന്ദിയിൽ ഏതെങ്കിലും കവിത വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കവിതയിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. യാദ് നഹീം ആ രഹാ ഹേ, എനിക്ക് ഓർമ്മ വരുന്നില്ല എന്നാ പറയുന്നത്. ജൈസെ കിസി ഗസൽ മേ ആക്കിരി ഷേർ കെ ആക്കിരി ശബ്ദ്, നമ്മൾ ഏതെങ്കിലും ഒരു ഗസൽ, അല്ലേ? ഒരു ഗസലിൻ്റെ അവസാനത്തെ വരിയിലെ അവസാനത്തെ വാക്ക് പോലെ ശ്രോതാവും की जुबान पर आपसे आप आ जाते हैं. ഈ കവിതയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കേൾവിക്കാരുടെ നാവിൻ തുമ്പിൽ സ്വയം വന്നു ചേരുന്ന എന്ത്? ഈ കവിതയിലെ അവസാന വരിയിലെ അവസാന വാക്ക് അതേതാണ്? ജൈസേസ് കവിതയ്ക്ക് അന്തിം ശബ്ദ് സാത്ത് സാത്ത് ചലന, അല്ലേ? ഒരുമിച്ച് നടക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് പോകുക എന്നൊരു വാക്കുണ്ടല്ലോ. ആ വാക്കിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ വാക്കിൻ്റെ പ്രത്യേകത അറിയോ? യെസ്, ഈ കവിതയിലെ ഈ ഒരു വാക്ക് കവിത പാട് റോക്ക് ദിയാ ജായത്തു, കവിത അവസാനിച്ച് കഴിഞ്ഞിട്ടും സുനനെ വാലെ കേൾവിക്കാർ ഖുദ് വാക്യ പൂരാ കർ ദേങ്കി, മനസ്സിലാവുണ്ടോ? ആ കവിതയിലെ അവസാന വാക്ക് ഒരുമിച്ച് പോവുക എന്ന വാക്ക് ആ കവിതാലാപനം നിർത്തിയാൽ പോലും കേൾവിക്കാരൻ എന്ത് ചെയ്യും? സ്വയം ആ ഒരു വാചകം
പൂർത്തീകരിച്ചുകൊണ്ട് പറയും. ഖുദ് വാക്യ പൂരാ കർ ദേംഗെ ഔർ കഹേംഗെ. എന്താ പറയാ? ജാൻതേ ഥേ, അറിയാമായിരുന്നു. ആ കവിതയുടെ അവസാന വരിക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് എന്നാണ് എന്ത് ചെയ്യണത്? കവി അല്ലെങ്കിൽ നമ്മളുടെ സക്സേന പറയാൻ ശ്രമിക്കുന്നത്. इस कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. നമ്മൾ ആദ്യം പറഞ്ഞ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഈ കവിത അറിയുക എന്ന വാക്കിൻ്റെ പരമ്പരാഗതമായ അർത്ഥത്തെ പൂർണ്ണമായും ബദൽ ദേത്തി ഹേ, മാറ്റുന്നു. ഇസ് കവിത കി പഹലി ദോ പങ്ക്തിയും, ഈ കവിതയുടെ ആദ്യത്തെ 2 വരികൾ ഹി കവി അപ്പനി പൂരി ബാത് കർ ദേത്ത ഹേ, ഈ കവിതയുടെ ആദ്യത്തെ 2 വരിയിൽ തന്നെ എന്താണ് ഈ കവിത എന്നതിൻ്റെ ആ ഒരു ആശയം കവി പറഞ്ഞു കഴിയുന്നു, അല്ലെങ്കിൽ പറയുന്നുണ്ട്. ശേഷ് പങ്ക്തിയാം, അതിന് ശേഷം വരുന്ന വരികളിൽ എന്താ പറയുന്നത്? ഉസി കഹേ ഗയേക്കോ, അതിന് ശേഷം വരുന്ന വരികളിലോ കഹേ ഗയേക്കോ ഔർ സഘൻ ഔർ ഗഹരാ കർത്തി ഹേ, അതിന് ശേഷം വരുന്ന വരികൾ എന്താ വരുന്നത്? യെസ്, ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ആദ്യ 2 വരികളിൽ പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നു? കൂടുതൽ ഗാഢതയോടുകൂടി അല്ലെങ്കിൽ ഗഹര, കൂടുതൽ ആഴമുള്ളതാക്കി തീർക്കുകയാണ് കവി ഇവിടെ ചെയ്യുന്നത്. കവിത കാ സന്ദേശ് ഹേ കി, ഈ കവിതയുടെ സന്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്? കി എന്തെന്നാൽ ദോ മനുഷ്യോം കെ ബീച്ച് മനുഷ്യത കാ അഹസാസ് യാനി മാനവീയ സംവേദന ഹോന ജരൂരി ഹേ. എന്താ പറഞ്ഞത്? യെസ്, ദോ മനുഷ്യോം കെ ബീച്ച്, 2 വ്യക്തികൾക്കിടയിൽ, 2 ആളുകൾക്കിടയിൽ, മനുഷ്യത, മനുഷ്യത്വം, ഹ്യൂമാനിറ്റി, മനുഷ്യത്വം, അതല്ലെങ്കിൽ എന്താണ്? അഹസാസ്, മനുഷ്യതാക്ക അഹസാസ് യാനി മാനവീയ സംവേദന. എന്താ പറയുന്നത്? യെസ്, മനുഷ്യത്വത്തിൻ്റെ അനുഭവം, അതായത് മാനവിക സംവേദന, പരസ്പരമുള്ള ആ ഒരു ആശയവിനിമയം, അതെന്ത് ചെയ്യണം? അത്യാവശ്യമാണ്, അതുണ്ടാവേണ്ടത് ജരൂരി ഹേ, അത്യാവശ്യമാണ്. ജാൻകാരിയാം ജരൂരി നഹി ഹേ, എന്താവശ്യമില്ല? അറിവുകൾ അത്യാവശ്യമില്ല. ഏതറിവുകൾ? നേരത്തെ പറഞ്ഞ ആ പേര് അതറിയാം, പദവി അതറിയുക, ജാതി അതറിയുക, ഇങ്ങനെയുള്ളതൊന്നും എന്തല്ല അത്യാവശ്യമില്ല. മറിച്ച് എന്തു വേണം? ആളുകൾക്കിടയിലുള്ള ആ ഒരു പരസ്പര ആശയവിനിമയവും അതോടൊപ്പം തന്നെ മനുഷ്യത്വം എന്ന് പറയുന്ന ആ ഒരു ഗുണം അതെന്ത് വേണം? ആളുകൾക്കിടയിൽ നിർബന്ധമായിട്ടും ഉണ്ടാകണം. ഹിന്ദു യഹ് സന്ദേശ് കവിതാമേം ഉപദേശ് കി തരഹ് നഹി ആത്ത, ഇത് സത്യത്തിലൊരു അഡ്വൈസാണ് അല്ലേ? ഈ കവിതയിൽ ഒരു ഉപദേശമാണ്. പക്ഷേ കവിതയുടെ ഒരു ഭാഗത്തും ഇതെന്ത് ചെയ്തിട്ടില്ല? ഒരു ഉപദേശമായിട്ട് വന്നിട്ടില്ല. ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു കവിതയ്ക്ക് നമ്മുടെ സക്സേന കൊടുത്ത ആസ്വാദൻ ടിപ്പണി. അപ്പം സാഹിത്യത്തിൻ്റെ 2 രൂപങ്ങളും പരിചയപ്പെട്ടു. ഒരു ആസ്വാദൻ ടിപ്പണി തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ഇങ്ങനെ ഇഴകീറി പരിശോധിക്കണം എന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു പാഠഭാഗമാണ് നമ്മളുടെ ഈ ഒരു പാഠഭാഗം. അപ്പോൾ 1ാമത്തെ വീഡിയോയും 2ാമത്തെ വീഡിയോയും കാണുമ്പോൾ നിങ്ങൾക്ക് ഈ പാഠഭാഗം നല്ല രീതിയിൽ മനസ്സിലാകും. എല്ലാവർക്കും നന്ദി.